ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ, വോയിസ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ മനസ്സിലായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ പോർഷനില്? അക്ഷയ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ചോദിച്ചോ. ക്ലിയർ ആണ്. അക്ഷയ് ഡൗട്ട് എന്താ ചോദിക്കാൻ വന്നിരുന്നല്ലോ. ഓക്കെ, അക്ഷയ് ഇറങ്ങി പോട്ടെന്ന് ചോദിക്കാൻ വന്നാണോ? ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, നമുക്ക് നല്ല കണ്ടിന്യൂ അല്ലേ? ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ സെഷനിൽ, മനസ്സിലായിരുന്നല്ലോ അല്ലേ? ഓക്കെ, പണ്ട് കാലത്ത് നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഒരുമിച്ച് ചോദിക്കില്ലേ, ക്ലാസ് കഴിയാൻ നേരത്ത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൈ പൊക്കാൻ ചില ആൾക്കാർ കൈ പൊക്കല്ലോ, സാർ വാഷ്റൂം എന്ന് പറയുന്ന പോലെ, അതുപോലെയാണോ? ഫൈൻ. എനിവേ, സോ എല്ലാവരും പ്രിലിംസ് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസ് കാണുന്ന സമയങ്ങളിൽ തന്നെ നിങ്ങൾ പ്രിലിംസ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മെയ് ലാസ്റ്റ് വീക്കിലാണെന്ന് തോന്നുന്നു എക്സാം വരുന്നത് അല്ലേ? യെസ്, ഫൈൻ. ഓക്കെ, എല്ലാവരും പ്രിലിംസ് അതിന് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുക. മെയ് 26. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, 26-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 5 മാസം തികച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ കുഴപ്പമില്ല, സമയം നമുക്ക് മുമ്പിലുണ്ട്. ഓക്കെ, അതായത് 5 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 150 ആ റേഞ്ചിൽ ദിവസങ്ങളുണ്ട്. സുഖമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എപ്പോഴും, ഞാൻ ബിയോണ്ട് ദാറ്റ് ഇപ്പൊ ഒരു സെഷൻ എടുക്കുന്നതിന് മുൻപ് പറയുന്നത്, ഏതൊരു സബ്ജക്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ആ സബ്ജക്ട് മൊത്തമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറൊക്കെ ചെയ്യാൻ പറ്റാതെ വരുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് നിങ്ങൾ അത് മൊത്തമായിട്ട് പഠിക്കാത്ത രീതിയിലാണ് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇത് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ അത് കാലങ്ങളോളം അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഒരു സബ്ജക്ട് മൊത്തം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാക്സിമം ടെസ്റ്റ് എടുക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ, ഞാൻ അതുകൊണ്ട് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഞാൻ പറഞ്ഞല്ലോ ഒരു പേപ്പർ അനാലിസിസിൽ നമ്മൾ പോവല്ലോ, ആ പേപ്പർ അനാലിസിസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാനിത് പഠിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്, അതല്ലെങ്കിൽ ഞാനിത് പഠിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള ടെൻഡൻസി വരും. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ പഠിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാകാത്ത രീതിയിലുള്ള പല പ്രോബ്ലംസ് വരും. UPSC കീവേഡുകളിൽ ഭയങ്കരമായിട്ട് കളിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സബ്ജക്ട് മൊത്തമായിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ആണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി മൊത്തമായിട്ട് പഠിച്ചതിന് ശേഷം അതിന് ടെസ്റ്റ് എടുക്കുക. ഫുൾ ടെസ്റ്റ് തന്നെ എടുക്കുക ഇന്ത്യൻ പോളിറ്റിയുടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഓരോ സബ്ജക്റ്റിനും ഞാൻ മുമ്പ് പറഞ്ഞു, ഓരോ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില സബ്ജക്റ്റുകളുണ്ട്, ഇപ്പൊ ബേസ് സബ്ജക്റ്റുകളുണ്ട്. അതായത് ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, പോളിറ്റി, അതേപോലെ തന്നെ എക്കണോമി, പിന്നെ ജിയോഗ്രഫി. ഓക്കെ, ഈ 4 സബ്ജക്റ്റുകളും ഭയങ്കരമായിട്ടുള്ള ബേസ് സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്ട് നന്നായിട്ട് നല്ലപോലെ പഠിക്കുക. പിന്നെ അരുൺ സാർ എടുക്കുന്നുണ്ടാവും സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, 2 സാർ എടുക്കുന്ന പോർഷൻസ് ആണ്. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ അഷ്വർ ആയിരിക്കും, അതിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ 4 സബ്ജക്റ്റിൽ നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. ഈവൻ നിങ്ങൾ ഫോറസ്റ്റ് സർവീസിന്റെ കട്ട് ഓഫും ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അതും ഫോറസ്റ്റ് സർവീസിന്റെ കട്ട് ഓഫ് എപ്പോഴും 10 മാർക്ക് കൂടുതൽ രീതിയിലാണല്ലോ കാണാറുള്ളത്. അതുവരെ നിങ്ങൾ ക്ലിയർ ചെയ്യും, ഈസി ആയിട്ട് ക്ലിയർ ചെയ്യും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചിട്ട് പോകാം. ഓക്കെ, എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, പല ആളുകളും പഠിക്കുന്ന രീതിക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക സമയങ്ങളിലും ഈ പ്രശ്നം വരുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് മറ്റൊരുത്തിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോട് അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. സോ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഇന്റർവ്യൂകളിലൊക്കെ ശശി തരൂരിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ഇന്റർവ്യൂല് ശശി തരൂരിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ 4 കാലിൽ വീഴുന്ന രീതിയാണ്. പുള്ളി അതിന്റെ ആൻസർ ഒന്നും പറയണം നിർബന്ധമൊന്നുമില്ല. പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കും പുള്ളിന്റെ ആൻസർ ആണ് കിട്ടിയത് എന്നുള്ളത്. ഓക്കെ, ഹി ഹാസ് ദാറ്റ് കപ്പാസിറ്റി. പുള്ളി അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതേപോലെ ഒരു കാര്യമാണ് നമ്മളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ അതിനകത്ത് മാസ്റ്റർ ആവുക എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും അത് പറ്റും. ഇപ്പൊ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
UPS എന്ത് ചോദിച്ചു ആ ഭാഗത്ത് നിന്ന്, അവിടെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ പണ്ട് പറയില്ലേ കാടടച്ച് വെടിവെക്കുക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അത് നെഗറ്റീവായിട്ട് ബാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇൻ പ്രിപ്പറേഷൻ സ്റ്റേജുകളിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റേജുകളിൽ 12-13 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചേക്കാം എന്ന് വിചാരിച്ചത് പഠിക്കാൻ നിൽക്കരുത്. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം ഇൻക്രീസ് ചെയ്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ചാടിക്കറി ചെയ്ത് മൊത്തമായിട്ട് ടൈം ഇൻക്രീസ് ചെയ്ത് 12 മണിക്കൂർ പഠിക്കുക. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ 2 ദിവസം നിങ്ങൾ പഠിക്കും, 3-ാം ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം വരും. നിങ്ങൾ പഠിക്കാൻ പറ്റാത്ത കാര്യം ആലോചിച്ച് കുറെ നേരം ഇരിക്കും, ആ മണിക്കൂർ സമയം അങ്ങ് പോകും. ആ രീതി ഒഴിവാക്കുക. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിനകത്ത് നോർമലി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾ മാത്രമല്ല എല്ലാവരും ഈ പറയുന്ന രീതിയിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പല രീതിയിൽ ആൾക്കാർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു സൈഡിൽ ഫേസ് ചെയ്യുന്നു, മിഥുനൊരു സൈഡിൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്ഷയ് മറ്റൊരു സൈഡിലെങ്കിൽ ഫേസ് ചെയ്യുന്നുണ്ട്, ദീപ്തി മറ്റൊരു സൈഡിലെങ്കിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി നിങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലോങ് ടേം പ്രോസസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് പ്രഷർ വരും. ഞാൻ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, മൊത്തം പല സൈഡിലൂടെ പ്രഷർ ആയിരിക്കും. അവിടെ നിന്ന് പ്രഷർ, ഇവിടെ നിന്ന് പ്രഷർ, നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കും നിങ്ങൾ IAS ആയില്ല എന്നൊക്കെ ചോദിച്ചു കളയും ചിലപ്പോൾ ആൾക്കാർ. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അതൊക്കെ യൂഷ്വലി ഉള്ളതാണ്. നിങ്ങൾ IAS ആയി, എന്നാൽ ഇവിടെ കളക്ടറായിട്ട് വരാന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ മേലെ ഈ പ്രഷറൊക്കെ വരും, പിന്നെ വീട്ടുകാർ ചോദിക്കുന്ന പ്രഷർ വരും. പക്ഷെ ഒരു സ്റ്റേജ് വരെ നിങ്ങൾക്കത് തടഞ്ഞു നിർത്താൻ സാധിക്കണം. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ആദ്യം പറയാ, ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. സോ അതിനകത്തേക്ക് കയറി നിൽക്കുക എന്നുള്ളതാണ്, ആ പ്രോസസ്സിന്റെ കൂടെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും ഒരേ സ്റ്റേജിലല്ല നിൽക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സ്റ്റേജുകൾ വ്യത്യാസം ഉണ്ടാവും, നമുക്ക് ഗ്രാസ്പ് ചെയ്യുന്ന പവർ വ്യത്യാസം ഉണ്ടാവാം. പല സ്റ്റേജുകളിൽ പല ആളുകൾ പല രീതികളിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചുറ്റുപാടും കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെങ്കിലും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിലും, ഓക്കെ, ഇപ്പൊ കേണൽ സാൻഡേഴ്സ് ആണെങ്കിലും, നമ്മൾ ഒരുപാട് ആൾക്കാർ ചുറ്റുപാടും കണ്ടിട്ടുള്ള ആളുകളാണ്. നമ്മൾ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എൻഡ് റിസൾട്ടിലേക്ക് വരുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവര് ഇതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് പെർസിവറൻസ്, ഇപ്പൊ എൻഡ് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ആപ്പിൾ മൊബൈൽ ഫോണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഡെവലപ്പ് ചെയ്ത ആളാണ്. പുള്ളി അതിനകത്ത് 100,000 തവണ ഫെയിലർ ആയിട്ടുണ്ട്. പുള്ളി ഒരു കമ്പനി കണ്ടുപിടിക്കുന്നു, കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു, പുള്ളിയെ ഫ്രണ്ട്സ് ചതിക്കുന്നു, കമ്പനിയിൽ നിന്ന് പുള്ളി പുറത്താവുന്നു, അങ്ങനെ വീണ്ടും വീണ്ടും പുള്ളി തിരിച്ചു വരുന്ന ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു കൈൻഡ് ഓഫ് രീതിയും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും പ്രിപ്പറേഷൻ സ്റ്റേജുകളിൽ. ഒരു സ്റ്റേജ് വരെ നിങ്ങൾ പോവും, പെട്ടെന്ന് നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറയും, നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവും. അതിലൊന്നും വിട്ടുകൊടുക്കാൻ നിൽക്കരുത്. എവിടെയാണോ നിങ്ങളുടെ മിസ്റ്റേക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കൂ. ഇത് ഞാൻ ക്ലാസ്സിൽ ആദ്യമേ പറയാൻ കാരണം, ഈ എക്സാമിനോട് അടുക്കുമ്പോൾ പലരും വിളിച്ച് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഈ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ടെൻഷൻ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. അതല്ലാതെ UPSC ഒരിക്കലും നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു മെമ്മറി പവർ ചെക്ക് ചെയ്യാനുള്ളതല്ല എന്ന് ആലോചിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ പുതിയ സിനിമ ഇറങ്ങി 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടോ ആരെങ്കിലും? പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കാണുക. അത് സിവിൽ സർവീസ് മോട്ടിവേഷൻ മൂവി എന്ന രീതിയിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങളത് കണ്ടു നോക്കും. നിങ്ങൾക്ക് തന്നെ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ചിലപ്പോൾ വരും, എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി എന്നുള്ളത്. അതിലൊരു പല സ്റ്റേജുകളിലും പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, നിങ്ങൾ ഓരോ കഥകളും നാളെ സിനിമയാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ കൗണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്താണ് നിങ്ങൾ എന്റെ റിസൾട്ടിലേക്ക് എത്തുള്ളൂ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഒന്നും നിങ്ങൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻബിറ്റ്വീൻ 100,000 പ്രശ്നങ്ങളുണ്ട്, ഷുവർ ഷോർട്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ 2018 പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് മുതൽ 2022, ഓക്കെ 2023 ലിസ്റ്റിൽ വരുന്നത് വരെ എന്ന് വിചാരിക്കാം. ഓക്കെ, അതുവരെ ഞാൻ ഈ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. ഓക്കെ, അത് പല സമയത്ത് പല ഫേസുകളിൽ പല സമയത്തും പല ബുദ്ധിമുട്ടുകൾ, പല ഡിസ്ക്രിമിനേഷൻസ്, ഇതൊക്കെ ഉണ്ടാവും. 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു സമയത്ത് പോലും നിങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിന്നാൽ മതി. ഓക്കെ, പക്ഷെ മറ്റു എക്സാം നിങ്ങൾ എഴുതണം, ഞാൻ എഴുതണ്ടെന്നല്ല പറഞ്ഞത്, തീർച്ചയായിട്ടും എഴുതണം. നിങ്ങൾ എല്ലാ എക്സാം നിങ്ങൾക്ക് എപ്പോഴും ഒരു സൈഡിൽ ഒരു ജോബ് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വിട്ടുകൊടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടാവുക
ഓക്കെ, നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചുറ്റുപാടും കാണുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നുണ്ടാവുക. സഡൻലി റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഞാൻ മുമ്പും പറഞ്ഞതാണ്. സോ ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പ്രിപ്പറേഷനിൽ നോക്കിയിട്ട് പോവുക. ഒരു സാധനം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, ചുറ്റുപാടുള്ള ആൾക്കാരുടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ഒക്കെ റെഡിലി അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോ ഈ സെഷൻ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സാറ് യൂട്യൂബിൽ ഇടാറുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അത് വീണ്ടും റിവിഷൻ ആയിട്ട് കാണുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മുമ്പോട്ട് കൊണ്ടുപോകുക. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. കുറെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ടോട്ടലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, സിവിൽ സർവീസ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതൊന്നുമല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ജോബ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ആളുകളെ സെലക്ട് ചെയ്യാനുള്ള എക്സാം ആണ് എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സാധാരണ എക്സാം ആണിത്. നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള ഡിഗ്രി എക്സാം പോലെയുള്ള ഒരു എക്സാം മാത്രമാണിത്. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഓക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ വെറ്ററൻസ് ആണെങ്കിൽ കോമ്പറ്റീഷൻ, പണ്ട് രാവണപ്രഭുലും പറയില്ലേ, ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അത് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ കുറെ ആൾക്കാർ ഇതുപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റേക്കാ, എവിടെയാണ് എനിക്ക് ആ പാളിച്ച പറ്റിയത്. മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന തെറ്റും അതാണ്. നിങ്ങൾ മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ പഠിച്ചിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. ഓക്കെ, ദെൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൺസൾട്ട് ആൻ എക്സ്പെർട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ടായി പോയതല്ല. ഞാൻ ആദ്യമേ ഇത് പറയാൻ കാരണം ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. കണ്ടിന്യൂ ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനാണെങ്കിലും അരവിന്ദ് സാർ ആണെങ്കിലും ജോജിൻ സാർ ആണെങ്കിലും ഇവിടെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ അതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ പേരെടുത്ത് പറഞ്ഞു. എല്ലാവരും ഞാൻ പേരെടുത്ത് പറയാത്തതല്ല. എല്ലാവരും ആണെങ്കിൽ പോലും, സർവീസ് കിട്ടിയ ആൾക്കാരാണെങ്കിൽ പോലും ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, അതായത് ഞാൻ തന്നെയാണ്. വർഷയാണെങ്കിലും കീർത്തനാണെങ്കിലും ഈ പറഞ്ഞ പോലെ നേമിയാണെങ്കിലും ആരാണെങ്കിലും ഒരു വ്യത്യാസമില്ല. നിങ്ങൾ അതേ അറിവ് എനിക്കുള്ളൂ. അറിവിൽ വ്യത്യാസമില്ല, അത് ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ച് മാത്രമേ അത് വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് കിട്ടും. അതിന്റെ മുകളിലേക്ക് ഒരു രീതിയുമില്ല. ഓക്കെ, അത്ര മാത്രമേ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. ബി കൂൾ ആൻഡ് ബി പ്രിപ്പയർ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന 3 Idiots പോലെ ഇതൊരു യുദ്ധമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, ഇറ്റ്സ് നോർമൽ എക്സാമിനേഷൻ. എല്ലാവർക്കും സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ മാത്രം. അതിന്റെ മുകളിലേക്ക് ഇതൊന്നുമല്ല. ഓക്കെ, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത്, നിങ്ങൾ ഒരു ഇപ്പൊ 21 വയസ്സ് ആളുകളായിരിക്കും ഏറ്റവും കുറവ് ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 1 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് എത്തിയിട്ടുള്ളതിന്റെ 10% വരില്ല നിങ്ങൾക്ക് സിവിൽ സർവീസ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഒരു 1ാം ക്ലാസ്സിലെ കുട്ടി പഠിച്ചെടുക്കുന്ന ആ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് എന്റെ റിയാലിറ്റി. ബട്ട് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ പഠിക്കാം. ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്, കമ്പയർ വിത്ത് യുവർ സെൽഫ്. ഞാൻ ഇന്നലെ എന്തായിരുന്നു, ഇന്നെന്താണ്, നാളെ എന്താവും എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കും. മറ്റുള്ളവന്റെ സാഹചര്യം അല്ല നിങ്ങളുടെ സാഹചര്യം. അത് ആലോചിക്കുക. പ്രിപ്പറേഷൻ ചെയ്യുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ യുവർ ഓൺ സെൽഫ്. എന്താണ് മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്ത് പോവുക. ഓക്കെ, മിസ്റ്റേക്സ് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് പലർക്കും കിട്ടാതെ പോകുന്നത്. അത് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്നത്. ഇത്രയും കാലം എനിക്ക് സംഭവിച്ചതും അരവിന്ദ് സാറിന് സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും, എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് തന്നെയായിരിക്കും. പക്ഷേ വൺസ് വി ആർ ക്ലിയർ ദാറ്റ് മിസ്റ്റേക്ക്, ഡെഫിനറ്റ്ലി വി ആർ ഇൻ. UPSC അല്ലാതെ പ്രത്യേകമായിട്ട് ആരോടും താല്പര്യക്കുറവോ ഇല്ല എന്നുള്ളത് ആലോചിച്ചിട്ടുള്ള അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. പ്രീ ഹിസ്റ്ററി കേജ് മനസ്സിലായിരുന്നു. അക്ഷയ് ഡൗട്ട് ഉണ്ടായിരുന്നോടാ? നേരത്തെ എന്തോ ഡൗട്ട് ചോദിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡൗട്ടായിട്ട് പറഞ്ഞതാണോ? ഇല്ലെങ്കിൽ അവസാനം ചോദിച്ചാലും മതി. ഓക്കെ, ആൻഡ് പ്രീ ഹിസ്റ്ററി കേജ് ക്ലിയർ ആയിരുന്നോ? എടുത്ത പോർഷനിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ എടുക്കുന്ന രീതിക്കോ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരവിന്ദ് സാറിനോടോ അല്ലെങ്കിൽ എന്നോടോ നേരിട്ട് പറയാം. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ധൈര്യമായിട്ട് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക്, ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് ചിലപ്പോൾ കോഴിക്കോടൻ ഭാഷയൊക്കെ കയറി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതും കൂടി ഞാൻ പറയുന്നു ആദ്യമേ. ഓക്കെ, പക്ഷേ എന്ത് രീതിയിൽ നമുക്ക് എടുക്കാം. അൾട്ടിമേറ്റ്ലി നിങ്ങൾ സർവീസിൽ കയറുക എന്നുള്ളതാണ്, നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അഡാപ്റ്റബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളത് പറയാം, ധൈര്യമായിട്ട് പറയാം, തുറന്ന് പറയാം, പ്രശ്നങ്ങളൊന്നുമില്ല. സോ ടോപ്പിക്കിലേക്ക് പോകുന്നു. നമ്മൾ പ്രീ ഹിസ്റ്ററിക് ഏജ് എവിടെ വരെ പറഞ്ഞു? ആരെങ്കിലും പറയാമോ? നമ്മൾ ചാൽക്കോളിത്തിക് ഏജ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഞാൻ എപ്പോഴും മുമ്പ് സെഷനിൽ പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ പോകുന്നത് PYQs ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും.
ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ മെജോറിറ്റി സാധനം നമ്മൾ കവർ ചെയ്ത് പോകും. ആൻഡ് ഫോക്കസ് ഓൺ ഏത് ഏരിയയിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ആ രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോൾ ചാൽക്കോളിത്തിക് ഏജ് നമ്മൾ പറഞ്ഞു. എന്താ ചാൽക്കോളിത്തിക് കൾച്ചർ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് വരാൻ കാരണം? രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടും കണ്ടംപററി കാലഘട്ടമാണ്. നിങ്ങൾ ഇതേ ഇയർ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ നമ്മൾ ബൈഹാർട്ട് പഠിക്കില്ലേ, ഈ 3300 മുതൽ 1300 BC വരെ. ചില ബുക്കിൽ നോക്കുന്ന സമയത്ത് NCERT നോക്കുന്ന സമയത്ത് 1200 കാണുന്നു, 1250 കാണുന്നു. അവിടെ നിന്നല്ല നിങ്ങൾ ബോധർ ചെയ്യേണ്ടത്. നിങ്ങൾ ആകെ അതിന്റെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ചാൽക്കോളിത്തിക് ഏജ് ആയിരുന്നു എന്നുള്ളതാണ്. ചാൽക്കോളിത്തിക് ഏജിന്റെ സെയിം കണ്ടംപററി ആണ്. ചാൽക്കോളിത്തിക് എന്ന് പറയാൻ കാരണം എന്താ? ആരെങ്കിലും ഇതിനകത്ത് പറയാമോ? വൈ ചാൽക്കോളിത്തിക്? റീസൺ ബിഹൈൻഡ് ദാറ്റ്? കോപ്പർ. വെരി ഗുഡ്, കോപ്പർ ആണ്. ഓക്കെ, കോപ്പർ ആണ് ചാൽക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എന്താണ്, നിയോളിത്തിക് ഏജ് വരെ സ്റ്റോൺ ആയിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ എന്ത് വരുന്ന ഒരു മെറ്റൽ കണ്ടെത്തുന്നു. ഫസ്റ്റ് മെറ്റൽ ഇസ് നോൺ ആസ് കോപ്പർ. അതുകൊണ്ട് അത് ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ചാൽക്കോളിത്തിക് കൾച്ചർ എന്നാണ് പറയുന്നത്. വൈ? ബിക്കോസ് കോപ്പർ എന്ന് പറയുന്നത് മൈൻ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതേ കണ്ടംപററി ആയിട്ടായിരുന്നു എന്ത് സംഭവിക്കുന്നത്, ഇൻഡസ് റിവേഴ്സിന്റെ തീരത്തായിട്ട് എന്ത് ചെയ്തു, കുറെ സൈറ്റുകൾ ഉണ്ട്. ആ സൈറ്റുകൾ എന്ത് സംഭവിച്ചു, ചാൽക്കോളിത്തിക്കില് ഈ ചാൽക്കുമാരിട്ട് എന്ത് ചെയ്തു, അഡീഷണലി ഒരു മെറ്റീരിയലും കൂടി കൂട്ടിക്കലർത്തിട്ട് അവർ എന്ത് ചെയ്തു, ഒരു പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് മെറ്റീരിയൽ കൂട്ടി ഉണ്ടാക്കിയത്? എന്റെ ഡൗട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഇറ്റ്? വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ? വൺ ഇസ് കോപ്പർ, അതർ വൺ ഇസ് വിച്ച് വൺ? കോപ്പർ ആൻഡ് ടിൻ. വെരി ഗുഡ്. ഓക്കെ, കോപ്പറും ടിന്നും കൂടി കൂടിയാണ് ഒരു പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് അല്ലെ? നമ്മൾ പണ്ട് കാലത്ത് ഓർമ്മയുണ്ടോ, ക്ലാസ്സിൽ ഒരാൾ ഒരു പഴയ നോക്കിയ മൊബൈൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്നൊരു ടച്ച് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന സമയത്ത് ആ ടെക്നോളജിക്കലി വലിയ കിടലാണെന്ന് പറയുന്ന രീതിയിൽ അതേ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ടെക്നോളജിക്കലി കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ടെക്നോളജിക്കലി ഡെവലപ്പ് ആകുന്ന സമയത്ത് പണ്ട് മമ്മൂട്ടിന്റെ സിനിമയിൽ കണ്ടിട്ടില്ല. മമ്മൂട്ടിന്റെ സിനിമ പണ്ടത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഒരു ജഗതി സിനിമയിൽ പറഞ്ഞ അച്ഛാ പാണ്ട് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, ഓർമ്മയുണ്ടോ? കാലഘട്ടം മാറുന്നതനുസരിച്ച് ചേഞ്ച് വരില്ലേ? ആ ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് ആണ് എന്ത് സംഭവിക്കുന്നത് ഈ സൊസൈറ്റിക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അവർ വെൽ സിവിലൈസ്ഡ് ആയിരിക്കും. കോട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഈ രാവിലെ ക്ലാസ്സിലിരിക്കാൻ പോകുന്ന പോലെ, ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ പോകുന്ന എങ്ങനെയാ, കോട്ടും ടൈയും ഒക്കെ ഇട്ടിട്ടാ പോവുക. അവിടെ പോയിട്ട് ഇരുന്നിരിക്കും. സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ ഉറങ്ങും. അത്ര തന്നെ ഉള്ളൂ. പക്ഷെ വ്യത്യാസം എന്താ, അവിടെ നിങ്ങൾക്ക് വ്യത്യാസം, ഇവിടെ വ്യത്യാസം. പക്ഷെ എന്താ, ആ സിവിലൈസേഷൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് കൈൻഡ് ഓഫ് ഡിഫറൻസ് ഇസ് ദർ. അവിടെ എന്ത് സംഭവിച്ചു, നേരത്തെ പറഞ്ഞ പോലെ റൂറലൈസ്ഡ് ആയിരുന്ന ഒരു എക്കണോമി കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, അർബനൈസ്ഡ് ആയി. ഓക്കെ, അർബനൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഇസ് നോൺ ആസ് ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ഇസ് നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിവിലൈസേഷൻ മെയിൻ ആയിട്ട് ഇൻഡസ് റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറിന്റെ സൈഡിലാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗാഗർ, ഹക്ര റിവർ, പിന്നെ സരസ്വതി റിവർ, ഈ 3 റിവേഴ്സിന്റെ തീരത്തായിരുന്നു മെയിൻ ആയിട്ട് ഇൻഡസ് സൈറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങളിലായിട്ടാണ് ഇതിന്റെ സൈറ്റുകൾ പ്രധാനമായിട്ടും കിടക്കുന്നത്. ഒന്ന് ഇന്ത്യ, രണ്ടാമത്തത് പാകിസ്ഥാൻ, മൂന്നാമത്തത് അഫ്ഗാനിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് 990ഓളം സൈറ്റുകൾ ഉണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. ഓക്കെ, ഇപ്പൊ നാളെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ UPSC ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം 990 പഠിച്ചു വന്നോ, നിങ്ങൾ എന്നിട്ട് ആൻസർ എഴുതിക്കൊന്ന് UPSC പറയില്ല. ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് പോലും ഏതൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. സോ എടുത്തിരുന്ന് പഠിക്കാൻ നിൽക്കരുത് പല ബുക്കുകളിലും പറയുന്ന സമയത്ത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് വരാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അവിടെ എത്താം. ഓക്കെ, അത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ മൊത്തം ഡിസ്കസ് ചെയ്യാം. അതല്ലേ ക്വസ്റ്റ്യൻ നല്ലത് അല്ലേ? നിങ്ങൾക്ക് ഒരു റിവിഷൻ കൂടി കിട്ടും. ഓക്കെ, ഈ IVC സൈറ്റിനെ ഹാരപ്പൻ സിവിലൈസേഷൻ കൂടി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? ഫസ്റ്റ് സിറ്റി ഡിസ്കവർ ചെയ്തതാണ് ഹാരപ്പയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടും. ഓക്കെ, അത്രയുള്ള അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ, ബ്രോൺസ് ആണ്, കോപ്പർ ആൻഡ് ടിൻ വന്നു. അതേപോലെ തന്നെ എന്താണ് സിവിലൈസേഷൻ എന്നുള്ള അറിയപ്പെടുന്നു. ഇതേ കാലഘട്ടത്തിൽ മറ്റ് സിവിലൈസേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഉണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇത്രയും സിവിലൈസേഷൻ ആണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ് ആ കാലഘട്ടത്തിൽ. ഓൾമോസ്റ്റ് എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അതേ കാലഘട്ടത്തിൽ തന്നെ കണ്ടംപററി ആയിട്ട് മൂവ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ടേം ശരിക്കും യൂസ് ചെയ്തത് ജോൺ മാർഷൽ ആണ്. ഫസ്റ്റ് ടൈം ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ടേം യൂസ് ചെയ്തത്. UPSC നോട്ട് ആസ്ഡ് ബട്ട് PSC
ആ ഒരു ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അതിന്റെ മുകളിലേക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു അർബനൈസ്ഡ് സിറ്റിയാണ്, അവർ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പാരിറ്റീവ് വെൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ സിറ്റി മറ്റ് ചാൽക്വാളിറ്റി കൾച്ചർ പോലെ ആയിരിക്കില്ല, അവർ കുറച്ചും കൂടി എന്തായിരിക്കും ഡെവലപ്ഡ് ആയിരിക്കും, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ സൈറ്റുകളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ സൈറ്റുകൾ ഹാരപ്പ, മോഹൻജദാരോ, അംരി, സുർക്കോട്ടഡ, ലോഥാൽ, സുക്കേദർ, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഓക്കെ, ചില സൈറ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സൈറ്റ് നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് 3 രാജ്യങ്ങളിലായിട്ട് എന്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിലാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ സരസ്വതി റിവറിന്റെ ഒരു കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു മിസ്റ്ററി ഓഫ് സരസ്വതി റിവർ എന്നൊക്കെ പറഞ്ഞൊരു മിത്തിക്കൽ റിവർ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ഇൻ റിയാലിറ്റി ദാറ്റ് ഈ സരസ്വതി റിവർ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ റിവറിന് ഒരു പ്രത്യേകതയുണ്ട്. റിവർ എപ്പോഴും കോഴ്സ് മാറി ഒഴുകും. ഓക്കെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ രീതിയിലായിരിക്കില്ല ഒഴുകുക. ഡ്യൂ ടു സം ടെക്ടോണിക്കൽ ആക്ടിവിറ്റി എന്ത് സംഭവിച്ചു, ഈ ഒരു റിവർ കോഴ്സ് മാറി എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒഴുകി പോയി എന്നാണ് അതിനൊരു നോർമൽ രീതിയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, മൈറ്റ്ലി ഓവറോൾ ആ കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ സരസ്വതി റിവറിന്റെ തീരത്ത് ഇൻഡസ് വാലി സൈറ്റ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഭാഗം മാത്രം ഓർത്താൽ മതി. സരസ്വതി ഗാഗർ ഹക്ര റിവർ എന്നാണ് നോർമലി അറിയപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ റീജിയനിലൂടെയാണ് അത് ഒഴുകുന്നത് ടോട്ടലി. ഓക്കെ, ഈ പറഞ്ഞ ഗാഗർ ഹക്ര റിവർ. ഓക്കെ, അത് മാത്രം ഓർത്താൽ മതി എക്സാമിനേഷൻ പോലെ. ഹിമാചൽ പ്രദേശിലാണ് ഗാഗർ ഹക്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഫ്ലോയിങ് ത്രൂ പാകിസ്ഥാൻ. അത്രേ ഉള്ളൂ. അതിന് മുകളിലേക്ക് നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സരസ്വതി റിവറിന്റെ തീരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നോർമലി നമ്മൾ എന്താ പഠിക്കുക, ഒരു സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, എക്കണോമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതിൽ ആദ്യത്തെ ചോദ്യം പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെയും കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതുപോലെ ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഓക്കെ, എന്തെങ്കിലും റിട്ടേൺ എവിഡൻസ് ഉണ്ടോ? നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്തുണ്ട്, മോസ്റ്റ് ഓഫ് ഓഡ് എന്ന് പറഞ്ഞ റൈറ്റിംഗ് മെത്തേഡ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്കത് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് ശരിക്കും ബാഹുബലിയിലെ ഭാഷ എന്ന് പറയുന്നത്. ഇവർ എന്താ സംസാരിക്കുന്നത് ഒരു യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്, യെസ്, പ്രോട്ടോ ഹിസ്റ്ററി നമുക്കിത് ക്ലാരിറ്റി ഇല്ല. ഓക്കെ, നമുക്ക് ഒരു ധാരണയില്ല എന്താണ് വായിക്കുന്നത്, എന്താണ് ഉദ്ദേശം മനസ്സിലായി. അവർ കുറെ സാധനം കൊണ്ട് വരച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ക്ലിയർ ആവുന്നില്ല. ഇത് വായിക്കാൻ കുറെ ആൾക്കാർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ നടന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇപ്പൊ റിസർച്ച് ഈസ് ഗോയിങ് ഓൺ, നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഒന്നും പറയാൻ സാധിക്കില്ല. സ്റ്റിൽ ബിലീവ് സംതിങ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ 2-3 തിയറീസ് ആണ് പല ഹിസ്റ്റോറിയൻസും പറഞ്ഞു വന്നത്. ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞത് തിയോക്രസി എന്നുള്ള രീതിയിലാണ്. അതായത് തിയോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗവൺമെന്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലീജിയസ് ആക്റ്റുള്ള ഗ്രൂപ്പുകളാണ് എന്നുള്ളത്. ഓക്കെ, അതായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമതൊരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ആണ് അതിനെ ലീഡ് ചെയ്തത്. അതിനാണെന്ന് പറയുന്നത് ഒലിഗാർക്കി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു പവർ സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും അവരെ ഓർഗനൈസേഷൻ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്കിവിടെ ക്ലിയർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന എക്കണോമി ആരും അങ്ങനെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻഡസ് വാലി സിവിലൈസേഷൻ അങ്ങനെ ലീഡ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്തുണ്ട്, ഹൈലി ട്രേഡ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്താണ്, പണമുള്ളവൻ നല്ല വീടുണ്ടാക്കുകയും പണമില്ലാത്തവൻ സ്വാഭാവികമായിട്ട് കുഞ്ഞു കുഞ്ഞു വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അത് യൂഷ്വലി ആണല്ലോ. പക്ഷേ സൊസൈറ്റി കമ്പാരിറ്റീവ്ലി ഈഗാലിറ്റേറിയൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്പാരിറ്റീവ്ലി ഈഗാലിറ്റേറിയൻ, നമ്മൾ കമ്പാരിസൺ ആണ് എപ്പോഴും നടത്തുക. ഓക്കെ, അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഇസ് എൻ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിറ്റാഡൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, ലോവർ ടൗൺ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിറ്റി ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ടോപ്പ് ഇസ് നോൺ ആസ് സിറ്റാഡൽ ആൻഡ് ബോട്ടം ഇസ് നോൺ ആസ് ലോവർ ടൗൺ. സ്വാഭാവികമായിട്ട് എന്താണ്, ലോവർ ടൗണുകളിലാണ് സാധാരണക്കാരുടെ ഹൗസസ് ഒക്കെ കാണുന്നത്. സിറ്റാഡലിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കാം ഉണ്ടാവുക, ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഗ്രാനറീസും അതേപോലെ വലിയ 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 വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മെജോറിറ്റിയും ഈ സിറ്റാഡലിൽ എന്തുകൊണ്ടായിരിക്കാം ഗ്രേറ്റ് ഗ്രാനറീസ് ഒക്കെ വെക്കുന്നത്? കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്, ഇൻഡസ് റിവറിന് തീരത്തല്ലേ, റിപ്പീറ്റഡ്ലി ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഫ്ലഡ് ഇൻസിഡന്റ് അവിടെ വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ആർക്കിയോളജിക്കൽ എവിഡൻസ് വി ക്യാൻ മെഷർ ദാറ്റ് സം ഫ്ലഡ് എവിഡൻസ് അതർ. സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു സിവിലൈസ്ഡ് അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ടോപ്പ് ലെവൽ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഈ പറഞ്ഞ ഗ്രാനറീസ് ഒക്കെ. കാരണം അല്ലെങ്കിൽ എന്താണ്, ഫുഡ് വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് യൂഷ്വലി എന്തായിരിക്കും, ഒരു ഹൈലി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കൈൻഡ് ഓഫ് ടെൻഡൻസിയും അവിടെ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് നോട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം. നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ്. അവർ നമുക്ക് കംപ്ലീറ്റ്ലി റൂൾ ചെയ്തതൊന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, അത്ര മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് അവരുടെ സോഷ്യൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ മെയിൻ ആയിട്ട് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഉണ്ട്, യൂഷ്വലി കാറ്റിൽ, പിഗ്, ഷീപ്പ്, ഗോട്ട് എല്ലാം ഉണ്ട്. മിൽക്കും മീറ്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഹോഴ്സിനെ വല്ല പരിചയമൊന്നുമില്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹോഴ്സിനെ കുറിച്ച് യാതൊരു അവയർനെസ്സും ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല. നോർമലി അവരുടെ
ഫുഡ് എന്ന് പറയുന്നത് വീറ്റും ബാർലിയുമാണ്. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിരുന്ന അഗ്രികൾച്ചർ ആസ്പെക്ട് എന്ന് പറയുന്നത് സ്റ്റാപ്പിൾ ഫുഡ്, നമ്മൾ നോർമൽ ഫുഡ് അല്ലേ, അത് വീറ്റും ബാർലിയാണ്. റയർ ആയിട്ട് റൈസ് ഉണ്ട്, റൈസ് ഹസ്ക് ഒക്കെ കാണാൻ സാധിക്കും റോപ്പാർ പഞ്ചാബിലും ലോഥാൽ ഗുജറാത്തിലും. പഞ്ചാബിലെയും ഗുജറാത്തിലെ സൈറ്റുകളാണ്. ലോഥാൽ ഈ പറഞ്ഞ ഗുജറാത്ത് സൈറ്റും അതേപോലെ തന്നെ റോപ്പാർ എന്ന് പറയുന്നത് പഞ്ചാബിലെ സൈറ്റുമാണ്. ഓക്കെ, അവിടെയും ഈ പറഞ്ഞ പോലെ റൈസ് ഹസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് റൈസ് ഹസ്ക്? എനിവൺ? എന്താ റൈസ് ഹസ്ക് എന്ന് പറയുന്നത്? തവിട്. അതെ ഉമി, ഈ പറയുന്ന ഒത്ത കാര്യമുള്ളൂ. ഈ എന്തായിരിക്കാം ഫൗണ്ട് റൈസ് ഹസ്ക് ഉമി കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം ഇതിനെ വേർതിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നെല്ലിനെ വേർതിരിച്ച് അതിനുള്ളിലുള്ള ഒരു ഫുഡ്, കഴിക്കാൻ പറ്റുന്ന ഫുഡ് പാകം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം വേണ്ടത് കണ്ടിട്ടുണ്ട് റോപ്പാറിലും ലോത്താലും കണ്ടിട്ടുണ്ട്. റോപ്പാർ ഇസ് എ ഫേമസ് പ്ലേസ് ഇൻ പഞ്ചാബ് ആൻഡ് ലോത്താൽ ഇസ് അനദർ പ്ലേസ്. ഓക്കെ, രണ്ടും എന്ത് പറയുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ റൈസ് ഹസ്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നോർമലി ഫുഡിന്റെ കാര്യം പറയാനുള്ളത്. ആൻഡ് ക്ലോത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്തതാണല്ലോ, ഭക്ഷണം കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അടുത്ത സാധനം? ഡ്രസ്സാണ്. ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പർ ഗാർമെന്റ്സ് ഉണ്ട്, ലോവർ ഗാർമെന്റ്സ് ഉണ്ട് യൂഷ്വലി. ഓക്കെ, രണ്ടും അതിപ്പോ ബോത്ത് മെൻ ആൻഡ് വിമൺ യൂസ്ഡ് ഫോർ ബോത്ത്. ഓക്കെ, അതേപോലെ കോസ്മെറ്റിക്സ്, ഫേസ് പെയിന്റിന് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രോൺസിന്റെ പല മിറേഴ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രോൺസ് മിറേഴ്സ് ആണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞത്. ബ്രോൺസിന്റെ ആ ഒരു എന്താ പറയാ ഫിനിഷിംഗ് ഇല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്തത്, ആ മിറർ യൂസ് ചെയ്തത്. പിന്നെ ഐവറി കോംബ് ഉണ്ട്. ഐവറി എന്ന് പറഞ്ഞ സാധനം അറിയാലോ, എന്താ ഉദ്ദേശിക്കുന്നത്? ഐവറി, വാട്ട് ഈസ് ഐവറി ഫ്രം യുവർ സൈഡ്? എനി നോളജ്? ഐവറി ട്രേഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സൈറ്റ്സും ഇതൊക്കെ വരുന്ന സമയത്ത് എലിഫന്റ്, അതെ, അതായത് എന്താ പറയാ ആനക്കൊമ്പ്, റൈറ്റ്? ഓക്കെ, ആനക്കൊമ്പ് മാത്രമല്ല ഐവറി എന്ന് പറയുന്നത്. എന്തായിരിക്കാം? ടീത്തും വരും. ഓക്കെ, കോമ്പ് ഉണ്ടാവുമല്ലോ. കോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുടി ചീകുന്ന സാധനല്ലേ? ഓക്കെ, ആനന്റെ കൊമ്പോട് മുടി ചീകുന്ന ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അവസ്ഥ അല്ലേ? മൽവാൾ ദേവനെ പോലെയൊക്കെ മുടി ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ നോക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ച്, അതുപോലെ നല്ല പല്ല് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, എലിഫൻസ് ഉണ്ടെന്നുള്ള ഒരു കോമൺ ഐഡിയ കൂടി ഉണ്ടായിരിക്കുക, ആ ഒരു ധാരണ ഉണ്ടായാൽ മതി. പിന്നെ ഓർണമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് ഗോൾഡ്, സിൽവർ, കോപ്പർ, ബ്രോൺസ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഉള്ളതാണ്. സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ ഉണ്ട്. യൂഷ്വലി എന്താണ് ജ്വല്ലേഴ്സ് ഒക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ട്? ബാംഗിൾസ് ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. സ്പെസിഫിക്കലി അവിടെ ബാംഗിൾസ് ഫാക്ടറീസ് ഒക്കെ കാണാനുണ്ട് ചാൻഹുദാരൊക്കെ. അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് പർപ്പസിലേക്ക് വരികയാണെങ്കിൽ ഇൻഡോർ ഗെയിംസിനാണ് അവർ കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ടോയ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ കളിക്കുന്നുണ്ട്. ടെറക്കോട്ട ടോയ്സുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗേൾസ് ഈ പറഞ്ഞ പോലെ ഡോൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ജെൻഡർ കൈൻഡ് ഓഫ് പ്ലേ, സ്റ്റീരിയോടൈപ്പിംഗ് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്താണ്, സൊസൈറ്റി അങ്ങനെ വേസ്റ്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു നോർമൽ രീതിയിലാണ് സൊസൈറ്റി പോകുന്നത്. സോ ജെൻഡർ ഡിഫറൻസ് ഇസ് ദർ, അറ്റ് ദ സെയിം ടൈം എന്താണ്, ആ ഒരു ടെൻഡൻസി ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇനീക്വാളിറ്റി എന്നുള്ള രീതിയിലേക്ക് അതങ്ങനെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡോർ ഗെയിംസ് ആണ്. ഗാംബ്ലിങ്സും ഡൈസും ഡാൻസിങ്ങും സിംഗിങ് ഇതൊക്കെ തന്നെയാണുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ബോർഡ് ഗെയിംസിനൊക്കെ അവർ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇതിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, സിവിലൈസ്ഡ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു കുഞ്ചാക്കോപ്പന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? 7000 കണ്ടി എന്ന് പറഞ്ഞൊരു സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ സിനിമ പേര് ഞാൻ മൊത്തമായിട്ട് മറന്നുപോയി. ലോർഡ് ലിവിങ്സ്റ്റൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സിനിമ, പഴയ സിനിമ, ട്രൈബൽ മൂവിയാണ്. പഴയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം ഫോളോ ഔട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇൻഡോർ ഗെയിംസിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എന്നാൽ അവർ സിവിലൈസ്ഡ് ആവുകയും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ട്. സെയിം സാധനം തന്നെ. ഓക്കെ, അതേപോലെയുള്ള സിസ്റ്റം വരുന്നത് സിസ്റ്റം മച്ച് മോർ ഡെവലപ്ഡ്. ഞാൻ പറഞ്ഞത് ട്രൈബൽ ഗ്രൂപ്പ് ആണ്, ഞാൻ ഒരു കമ്പാരിസൺ ജസ്റ്റ് പറഞ്ഞു തരുന്നു നിങ്ങളുടെ ഭാഗത്ത്. ഓക്കെ, അതേപോലെ ഫിഷിംഗ്, ഹണ്ടിങ്, ബുൾ ഫൈറ്റിംഗ് ഒക്കെ കാണാനുണ്ട്. ബുൾ ഫൈറ്റിംഗ് ഒക്കെ എന്താണ് ഈ സീലിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു എനിമലിനെ കാണാൻ സാധിക്കും. യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു എനിമല് ഒരു സിംഗിൾ ഹോൺ ആയിട്ടുള്ള ഒരു എനിമലാണ്. ആനിമൽ ഒറിജിനലി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ്സ് അവർ സ്വപ്നത്തിൽ കാണുന്ന ഒരു എനിമലാണ്. അപ്പൊ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നത്തിൽ ഈ എനിമൽ ഈ കുത്തുന്നതായിട്ട് ടച്ച് ചെയ്തതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്നാണ് അവരുടെ ഒരു ടെൻഡൻസി. അങ്ങനത്തെ ബിലീഫ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട് എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു എനിമലിന്റെ യാതൊരു എവിഡൻസ് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ ഫിഗർ കാണുന്ന സമയത്ത് ആ ഒരു ടെൻഡൻസിയാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി സീരിയലിലും അങ്ങനത്തെ ചില സിംറ്റംസ് ഒക്കെ കാണാൻ, ഈ പറഞ്ഞ പോലെ ഫിഗേഴ്സ് ഒക്കെ കാണാനുണ്ട്. ഓക്കെ, സോഷ്യൽ ഡിവിഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ റിച്ച് ഓഫ് മെർച്ചൻസ് ഉണ്ട്, പുവർ ലേബറേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും. അർബൻ സിവിലൈസേഷൻ ആണ് വരുന്നത്. ടൗൺ പ്ലാനിങ് ഹൈലി സ്ട്രക്ചേർഡ് ആണ്. സിറ്റാഡൽ, ലോവർ ടൗൺ ഒക്കെ ഉണ്ട്. ഹൈലി ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്? വിച്ച് പ്ലേസ് ഇസ്
ഏതാണ്? ഡാം കൺസ്ട്രക്ഷനും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഭയങ്കര ഫേമസ് ആയ സ്ഥലം. ഡ്രെയിനേജ് സിസ്റ്റം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഹാരപ്പ, മോഹൻജദാരോ സിറ്റീസ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഡാം കൺസ്ട്രക്ഷൻസ് ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. ഫോർ ദി ഇറിഗേഷൻ പർപ്പസസ് ഇറ്റ്സ് ധോളാവിര. ധോളാവിര ഇസ് ഇമ്പോർട്ടന്റ്. വൈ? ബിക്കോസ് ധോളാവിര എന്ത് സൈറ്റ് ആണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇന്ത്യയിലുള്ള ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഹാരപ്പ ആൻഡ് മോഹൻജദാരോ ഇസ് ദർ, ബട്ട് ഇറ്റ് ഇസ് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, അതൊന്നും കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ടായിരുന്നു ധോളാവിര ആ ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് UPSC. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ബ്രിക്സ് സ്റ്റാൻഡേർഡ് സൈസിലാണ് വരുന്നത്. പ്രൈവറ്റ് വെല്ലും അതേപോലെ തന്നെ പ്രൈവറ്റ് ബാത്റൂമുകളും പ്രൈവറ്റ് എല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പണ്ട് കാലത്ത് തറവാട് വീടുകളിലൊക്കെ എന്താണ് ഈ കിണറുള്ളത് വീടിന്റെ ഉള്ളിലെ പോർഷനായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പോർഷൻ വീടിനുള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും. അതേ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ കുറച്ചുകൂടി തലമുറ മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട് സെറ്റപ്പ് ലോഥാലാണ്. സ്വാഭാവികമായിട്ട് എന്താണ് ഗുജറാത്ത് ഭാഗത്താണ് കിടക്കുന്നത് ലോഥാൽ എന്ന് പറയുന്നത്. സീൽസും സ്കൾപ്ചേഴ്സും ഒക്കെ കാണുന്നുണ്ട്. ഹാരപ്പ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ടെറക്കോട്ട പൈപ്പുകൾ കാണുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റീസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ബാത്റൂംസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ടെറക്കോട്ട പൈപ്പ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഹൈലി ഓക്കെ, നാലുകെട്ട് സിസ്റ്റം പോലെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നാലുകെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡേക്കൊന്നും പോകുന്നില്ല. എന്നാൽ പോലും എന്താണ് വീടിനുള്ളിൽ ആ കിണറുള്ള സെറ്റപ്പ് ഉണ്ട് അവർക്ക്. ഓക്കെ, അവർ കുറച്ചും കൂടി പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളും കൂടിയാണ്. കാരണം രണ്ട് ഭാഗത്തും ഗേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഓരോ പെർട്ടിക്കുലർ സ്ഥലത്തിനും കൃത്യമായ ഡിസ്റ്റിങ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് സിവിലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സിവിലൈസേഷനും കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അമേരിക്കൻ എന്ന് പറയാം. ഇപ്പൊ US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് നമ്മൾ പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ സിവിലൈസ്ഡ് ബട്ട് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് കൾച്ചർ. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ് റെഡ് ഇന്ത്യൻസ് എന്നുള്ള പേരിലേക്കാണ് അവർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. അവർ യൂറോപ്യൻസ് ആയിരുന്നു. അവർ ആ പെർട്ടിക്കുലർ പ്ലേസിൽ ഒറിജിൻ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ആ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ ഇനീഷ്യൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് യൂറോപ്യൻ കൾച്ചർ ആയിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഒക്കെ സാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അമേരിക്കൻ സിവിൽ വാറും കണ്ട സമയത്തൊക്കെ പഠിച്ച സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരെ യൂറോപ്യൻസിന്റെ സെയിം ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോലും അവർ സിവിലൈസ്ഡ് ആയിരുന്നു. ബട്ട് ദേ ഡോണ്ട് ഹാവ് എ ഹ്യൂജ് കൾച്ചർ. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എന്താണ് നമുക്ക് ട്രൈബൽസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? നമ്മുടെ ഇന്ത്യൻ മോഡൽ ഓഫ് വരുന്ന സമയത്ത് എല്ലാ ട്രൈബൽസും ഇപ്പൊ അങ്ങനെ പറയാൻ സാധിക്കില്ല. ബട്ട് മെജോറിറ്റി ട്രൈബൽസ് ആർ സിവിലൈസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റായിട്ട് ധരിക്കും. നിങ്ങൾ എക്സാമ്പിൾ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ സിവിലൈസ്ഡ് ആണെങ്കിൽ പോലും സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ എടുക്കരുത് കേട്ടോ. അത് മറ്റൊരു സൈഡ്. ആ സിവിലൈസ്ഡ് അല്ല. നമ്മൾ പറയില്ല അൺസിവിലൈസ്ഡ് പേഴ്സൺ ഒക്കെ മമ്മൂട്ടി പറയുന്ന പോലെ ആ ഡയലോഗ് എടുക്കരുത്. ഞാൻ പറഞ്ഞത് ആ രീതിയിലല്ല. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാറിൽ ജരാവ ട്രൈബ്സ് ഒക്കെ പറയാൻ പറ്റുമല്ലോ. അവർ കൾച്ചറലി അതേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പാണ് സെൻട്രൽ ഇന്ത്യൻ ട്രൈബ്സ്. ബട്ട് ദേ ആർ നോട്ട് സിവിലൈസ്ഡ്. ഓക്കെ, എന്താണ് നമ്മുടെ ടെക്നോളജിക്കലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. ആ ഒരു കാര്യം കൂടി ഞാൻ എക്സാമിനേഷൻ പെർസ്പെക്ടീവിൽ പറഞ്ഞു തന്നതാണ്. മെയിൻസ് ആസ്പെക്ടിൽ ചിലപ്പോൾ വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ദിസ് ഇസ് നോൺ ആസ് ഐവറി കോംബ്. ഓക്കെ, പല്ലൊക്കെ വെച്ചിട്ടുള്ള കോംബ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇതൊന്നും ഇപ്പൊ ഇല്ലാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ തല മുറിഞ്ഞു പോയേനെ. ഡൺ. ഓക്കെ, പിന്നെ ഹാരപ്പ ഈ പറഞ്ഞ പോലെ വെപ്പൺസ് ഒന്നും ഡയറക്ട്ലി യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് നമുക്ക് എവിഡന്റ്ലി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവർ യുദ്ധത്തിനൊന്നും പോയിട്ടില്ല. പീസ് ലവിങ് പീപ്പിൾ ആണ്. വല്ല കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ വെപ്പൺസ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഹണ്ടിങ് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നോർമൽ വെപ്പൺസും കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നത്. ബ്രോൺസും കോപ്പർ ഒക്കെ തന്നെയാണ് അവരുടെ മെറ്റൽ കൂടുതലായിട്ട് കാണുന്നത്. എയറോസ് ഒക്കെ കുറച്ചും കൂടി അങ്ങനെ കാണുന്നുണ്ട്. ആൻഡ് അടുത്തത് നമ്മൾ എന്താണ്, നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. അടുത്തത് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് മതമാണ്, റിലീജിയൻ. ഓക്കെ, ഇപ്പോഴും മതത്തിനാണ് പ്രാധാന്യം കൂടുതൽ. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ആ സ്റ്റേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, റിലീജിയൻ വന്നു. റിലീജിയൻ വന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് നമ്മൾ ഈ റിലീജിയൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സെക്യുലർ എന്നാണ് പറയുന്നത്. അതിന് റീസൺ ഞാൻ അവിടെ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്? ഒരു ടെറക്കോട്ട ഫിഗർ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മദർ ഗോഡസ്. ഓക്കെ, അമ്മ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അത് എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണുന്നുണ്ട്. ഇതേ മദർ ഗോഡസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ചാൽക്കോളിത്തിക് ഏജിലും ഉണ്ട്. ഞാൻ പറഞ്ഞു കണ്ടംപററി ആണ്. സ്വാഭാവികമായിട്ട് സെയിം ആ ഒരു കൾച്ചറിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സെയിം അവിടെ ഇവിടെ ഉണ്ട്. മദർ ഗോഡസ് നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് എന്ത് ചെയ്യുന്നത്, പശുപതി മഹാദേവ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് മദർ ഗോഡ് ആണെങ്കിൽ ഇത് ഫാദർ ഗോഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നോൺ ആസ് പ്രോട്ടോ ശിവ. ഓക്കെ, ഒരു ഹെഡ് ഗിയർ ഒക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, പണ്ട് കാലത്ത് മുതലേ ശിവനൊരു രൂപം കൊടുത്തിട്ടുണ്ട് തലയിലൊക്കെ ആയിട്ട് പീഡിപ്പിക്കുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനത്തെ രൂപമുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് പശുപതി സീൽ എന്ന് പറയും. അതിനകത്ത് ഞാൻ പറഞ്ഞു 3 ഫേസസ് ആൻഡ് 2 ഹോൺസ്.
എന്നുള്ള രീതിയിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് UPSC അതൊന്നും അറിയണ്ട. പശുപതി മഹാദേവസിൽ UPSC ചോദിക്കുന്നത് ഏതൊക്കെ എനിമൽസ് ആണ് അതിനകത്തുള്ളത് എന്നാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരിക്കാം? എലിഫൻസ് ഉണ്ട്, അതേപോലെ ടൈഗർ ഉണ്ട്, റൈനോ ഉണ്ട്, ബുഫല്ലോ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടോ ഇതിനകത്ത്? എലിഫന്റ്, റൈനോ, ബുഫല്ലോ ആൻഡ് ടൈഗർ. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഡിയറും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഞാൻ സ്ക്രീൻ വലുതാക്കണോ? ഹിയർ. ഓക്കെ, അത് നിങ്ങൾ വേറെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനത് കേട്ടിരിക്കുക. കേട്ടിരുന്നതിന് ശേഷം ഒന്നും കൂടി പോയി റെക്കോർഡിങ്സ് കാണുക. ഒറ്റ വായന വായിക്കാൻ കഴിഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്റെ മുകളിൽ പഠിക്കാൻ നിൽക്കരുത്. ഇന്നും ഇൻഡസ് വാലി സിവിലൈസേഷൻ കുത്തിരി നോക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകുന്നു. കുറേ കാര്യം പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എപ്പോഴും പോകേണ്ടത്. ഓക്കെ, ഡിയർ ഉണ്ട്, ഓർത്തിരിക്കുക. സംഭവം വളരെ സിമ്പിൾ ആണ്, എന്നാൽ പോലും അത് UPSC ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, ഡൺ. അതേപോലെ തന്നെ റിലീജിയസ് ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ഫെർട്ടിലിറ്റി സിംബൽസിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ലിംഗ വേർഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. ഓക്കെ, അത് യൂഷ്വലി എല്ലാ സിസ്റ്റത്തിലും ഈ പറയുന്ന പോലെ ഫെർട്ടിലിറ്റി സിംബൽസിനെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ട്രീസിനെയും എനിമൽസിനെയും വിശ്വസിക്കുന്നുണ്ട്. സെയിം ലൈക്ക് ട്രൈബൽസ് ഇപ്പോഴും വിശ്വസിക്കുന്ന പല ആളുകളുണ്ട്. ഓക്കെ, പല മരങ്ങൾ നമ്മൾ ഇപ്പൊ ഉണ്ടല്ലോ പീപ്പിൾ ട്രീസ് ഒക്കെ നിങ്ങൾ ഇപ്പോഴും ആൾക്കാർ ആരാധിക്കുന്നില്ലേ? ആൽമരങ്ങൾക്കൊക്കെ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സേതുരാമയ്യർ CBIയിൽ അദ്ദേഹം പറയുന്നത് ആൽമരത്തിന്റെ ചുവട്ടിൽ ബുദ്ധി കൂടുന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, കാരണം ഓക്സിജൻ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ട്രീസിനൊക്കെ ഭയങ്കരമായിട്ട് ആ പവർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? ട്രീസിന് അതൊരു പോസിറ്റീവ് ഇത് ക്രിയേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ടെൻഡൻസി ദേ വിൽ ഗെറ്റ് എ പോസിറ്റീവ് മൈൻഡ്സ്. സോ അതുകൊണ്ട് തന്നെ അവർ അതിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും അതേപോലെ തന്നെ ഈ പറയുന്ന ക്ലൈമാറ്റിക്കൽ ഇവന്റ്സിനെ അവർ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതും നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ലേറ്റർ സ്റ്റേജിലേക്ക് ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ വേദിക് ഏജിൽ ഇന്ദ്രനും വരുണനൊക്കെ പ്രാധാന്യം വന്നത്. ഓക്കെ, ഇവിടെ ഇനീഷ്യലി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഡിബേറ്റുകൾ കുറച്ച് ഞാൻ ലേറ്റർ സ്റ്റേജിൽ പറഞ്ഞു കേട്ടോ. കുറച്ച് ഡിബേറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇവർ ഈ പറഞ്ഞ പോലെ ഗോസ്റ്റിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ രീതിയിലുള്ള ആംലെറ്റ്സും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏലസൊക്കെ കിട്ടില്ല, ഇപ്പോഴും ഏലസ് കിട്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഏലസൊക്കെ കിട്ടുന്ന ആൾക്കാർ പേടിച്ച് പഠിച്ചു എന്നൊക്കെ പറയാറില്ല നമ്മൾ. അതേപോലെ ഏലസൊക്കെ കിട്ടുന്ന ടെൻഡൻസി അന്ന് കാലത്തുണ്ട്. സോ ബിലീവ് ദാറ്റ്. നമുക്കറിയാം ചാലക്കുളത്ത് കേജിൽ ഞാൻ ഈ ടെൻഡൻസി പറഞ്ഞു നിങ്ങൾക്ക്. സ്വാഭാവികമായിട്ട് അത് വിശ്വസിച്ച് ഞാൻ സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ന്യൂലത്ത് കേജ് ചാലക്കുളത്ത് കേജിന്റെ സമയത്ത് കാല് വെട്ടി മാറ്റുന്ന ഒരു ടെൻഡൻസി ഒക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? എങ്ങാനും പ്രേതായിട്ട് വന്നോലെന്ന് പേടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതേപോലെ മോഹൻജദാരോല് സാക്രഡ് ടാങ്ക് ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, എസ്പെഷ്യലി നമുക്ക് ഇപ്പൊ ടെമ്പിൾ ഓഫ് സൗത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്പലക്കുളങ്ങൾ കണ്ടിട്ടില്ല? അതേ സെയിം ടെൻഡൻസിയാണ് മോഹൻജദാരോ കാണാൻ സാധിക്കുക. എന്താണ്? ഗ്രേറ്റ് ബാത്ത് എന്ന് പറയും. അതിന്റെ എല്ലാ പോർഷനുകളിലും എന്തുണ്ട്? ഈ ഡ്രസ്സ് മാറാനുള്ള സ്പേസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പൊ എന്താണോ നമ്മളെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തുള്ള നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്തുള്ള അമ്പലക്കുളങ്ങൾ അതേ സെയിം സാധനം തന്നെ അവിടെയും കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളെ കൾച്ചറൽ ആസ്പെക്റ്റും അതേപോലെ തന്നെ എന്തും പറഞ്ഞു, നമ്മുടെ റിലിജിയൻ ആസ്പെക്റ്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന ഭാഗം എന്താണ്? സ്ക്രിപ്റ്റ് ആണ്. ബോസ്ട്രഫോഡൻ എന്നാണ് ഇതിന്റെ ടെക്നിക്കിന്റെ പേര്. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷനിലാണ് എഴുതുന്നത്, ആൾട്ടർനേറ്റീവ് ലൈൻസിൽ. സ്ക്രിപ്റ്റ് മോസ്റ്റ്ലി എഴുതുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പക്ഷെ ഇതെന്താണ് എഴുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങളൊക്കെ ഇരുന്നിട്ട് സിവിൽ സർവീസ് ഒന്ന് പറ്റി നോക്കിയത് എന്താ എഴുതുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവാർഡൊക്കെ തരുമായിരിക്കും. കാരണം നമ്മുടെ ആദ്യത്തെ കൾച്ചർ പോർഷൻ ആണല്ലോ. ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. തള്ളായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല ഹിസ്റ്റോറിയൻസ്. ഓക്കെ, ചിലപ്പോൾ നാളെയൊക്കെ പറഞ്ഞു ഞാനത് കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ? ഹിസ്റ്റോറിയൻസിന്റെ പ്രത്യേകതയുണ്ട്. ഇവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് കാണിച്ചാലും അവർ വിശ്വസിക്കില്ല. പക്ഷെ സ്വതവേ ഈ PhD എടുത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ സറണ്ടർ ആയി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ടെൻഡൻസി. അപ്പൊ ദാറ്റ് കൈൻഡ് ഓഫ് ടെൻഡൻസി ഇസ് ദർ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബോസ്ട്രഫോഡൻ ടെക്നിക് ഡിസിഫർ ചെയ്യാൻ സാധിച്ചില്ല. UPSC ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്താ അറിയാമോ? UPSC ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എന്തോ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അവരുടെ എന്തിൽ നിന്നാന്ന് പറയും? ലെറ്റേഴ്സിൽ നിന്നാന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എഴുത്തുനിന്ന് പറയാൻ പറ്റില്ല. അത് ഡിസിഫർ ചെയ്തിട്ടില്ല. ഡിസിഫർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പറയുന്ന എഴുത്തിൽ നിന്ന് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല സ്ക്രിപ്റ്റിന്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ഇമ്പോർട്ടൻസ് അത്ര തന്നെയുള്ളൂ. പിന്നെ ബ്യൂറൽ പ്രാക്ടീസസ് പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ബ്യൂറൽ പ്രാക്ടീസസ് ഉണ്ട്, ഫ്രാക്ഷണൽ ബ്യൂറൽ പ്രാക്ടീസസുകൾ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കത്തിച്ചുള്ള എല്ലാ ടൈപ്പ് ഓഫ് രീതികളും ആ സമയത്തുണ്ട്. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ബ്യൂറൽ പ്രാക്ടീസസ് ആണ് എന്താണ് ഈ മൃഗങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതി ഉണ്ട് ആ കാലഘട്ടത്തില്. ലോത്താലിലേക്ക് വരുന്ന സമയത്ത് ലോത്താൽ കുറച്ചും കൂടി ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ടുണ്ട്. പലതിലും പിറ്റ് എന്താണ് ഈ ബേൺഡ് ബ്രിക്സ് ആയിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ലൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കോഫിൻ മോഡൽ ലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബോക്സുകളിലുള്ളിൽ വരുന്ന ടെൻഡൻസി ഹാരപ്പയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പോട്ടിനുള്ളിൽ അടക്കുന്ന രീതി ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ചിതാഭസ്മങ്ങളെ പോലെയൊക്കെ പോട്ടിനുള്ളിൽ അടക്കുന്ന ടെൻഡൻസി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സതി പ്രാക്ടീസസ് ഒന്നുമില്ല. കാരണം നമ്മളെ ഈ ഇൻഇക്വാലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പറയുന്നത് ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ജെൻഡർ ബേസ്ഡ് ഗെയിംസ് ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള എക്സ്ട്രീമിറ്റി വരുന്ന സമയത്താണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ വേദിക് ഏജിന്റെ ഏർലി വേദിക് സ്റ്റാർട്ടിങ്ങിൽ ഒന്നുമില്ല. ഞാൻ എടുത്തുമ്പോൾ പറഞ്ഞുതരാം.
ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. നമ്മൾ കുറച്ചും കൂടി ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറക്ഷൻ അതൊക്കെയാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഫുഡ്, പോട്ടറി, ഓർണമെന്റ്സ് ഒക്കെ, ടൂൾസ് ഒക്കെ എന്റെ കൂടെ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ശവസംസ്കാരങ്ങളിൽ നിങ്ങൾ മണ്ണിടുന്നതിന് മുൻപ് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവും, അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാവരും അറ്റൻഡ് ചെയ്യാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ സ്റ്റിൽ ആ സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പാത്രങ്ങളൊന്നും ഇടാറൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ രീതി ഫോളോ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ട്രൈബൽസിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആ രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ എവിഡൻസുകളും ചിലപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ടെൻഡൻസി ട്രൈബൽസിന്റെ ഇടയ്ക്കുണ്ട്. പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് വീറ്റും ബാർലിയും അഗ്രികൾച്ചർ തന്നെയാണ്. ഞാൻ പറഞ്ഞു കോട്ടൺ വരുന്ന സമയത്ത് ഫസ്റ്റ് സിവിലൈസേഷൻ കോട്ടൺ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് കോട്ടൺ കൾട്ടിവേഷൻ എവിടെയാണ്? നിയോളിത്തിക് ഏജിലാണ്. ഏതായിരുന്നു സ്ഥലം? ഓർമ്മയുണ്ടോ? ദക്ഷിണ എടുത്ത് മനസ്സിലായതല്ലേ പറഞ്ഞത്. ഏതാ സ്ഥലം ഫസ്റ്റ് കോട്ടൺ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? വിച്ച് വൺ? മെഹർഗർ. വെരി ഗുഡ്, മെഹർഗർ, വെരി ഗുഡ്. ഓക്കെ, മെഹർഗറിലാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഗ്രാനറി, സ്റ്റോർ, സർപ്ലസ് ഒക്കെ വലിയ ഫുഡ് ഈറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമ്മളെ പോലെ ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഡൺ. അപ്പൊ അഗ്രികൾച്ചർ എന്താണ്, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഫുഡ് സ്റ്റോറേജ് ഒക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട് നമുക്ക്. അതുകൊണ്ട് ഗ്രാനറീസ് ഒക്കെ എന്ന് പറയുന്നത്. പിന്നെ അനിമൽ ഹസ്ബൻഡറിയിലേക്ക് വരുന്ന സമയത്ത് നോട്ട് ഹോഴ്സ് സെന്റേഡ് അല്ല, എന്നാൽ പോലും സുർക്കോട്ടയിൽ, ഗുജറാത്തിൽ സുർക്കോട്ട എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഹോഴ്സിന്റെ റെമനൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റിപ്പോയത് UPSC. കാരണം വെച്ചാൽ എല്ലാവരും വിശ്വസിച്ചു ഈ പറഞ്ഞ രീതിയിൽ ഹോഴ്സിന് ഇതുണ്ട്. പക്ഷേ ഹോഴ്സിന് എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എവിഡൻസ് പറയുന്നത് ഹോഴ്സ് അല്ല, വേറെ എനിമൽ ആണെന്നാണ്. അപ്പോൾ നിലവിൽ UPSC പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹോഴ്സിനെ കുറിച്ച് യാതൊരു അവയർനെസ് ഇല്ലാത്തത് തന്നെയാണ്. നിങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. അതേപോലെ തന്നെ റോപ്പാർ പഞ്ചാബില് ഡോഗ് വിത്ത് മെൻ ബ്യൂരി ചെയ്ത ടെൻഡൻസി കാണുന്നത് ഞാൻ പറഞ്ഞു, മാസ്റ്റേഴ്സിന്റെ കൂടെ അടക്കുന്ന രീതി ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആളുകൾക്ക് ക്രോക്കോഡൈൽസിനൊക്കെ അറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പില്ലേ, ആ കോമ്പ് ക്രോക്കോഡൈൽസിന്റെ ഇതും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക സിംപിളി. ഓക്കെ, പിന്നെ സ്റ്റോൺ കട്ടേഴ്സ് ഒക്കെ നോർമലി ഉള്ളതാണ്. ടെറക്കോട്ട മാനുഫാക്ചറിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ തന്നെ. കോപ്പർ ബാംഗിൾസ്, കാലിബംഗൻ. എവിടെയാണ് കാലിബംഗൻ ലൊക്കേഷൻ? എനിവൺ? ആരെങ്കിലും? എന്റെ സൈറ്റ് ആണ്, ജസ്റ്റ് പറയാൻ പറ്റുമോ? രാജസ്ഥാൻ. വെരി ഗുഡ്, രാജസ്ഥാൻ. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒറ്റ സൈഡിൽ മാത്രം കേട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരുന്ന സമയത്ത് ഈ ടെറക്കോട്ട യൂസ് ചെയ്തിട്ടുള്ള വീലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ കാർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നോർമലി അത് ഓർത്താൽ മതി. ആൻഡ് സെക്കൻഡറി ആക്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ബ്രോൺസ്, കോപ്പർ വെസൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പോട്ടറിയിലേക്ക് വരുന്ന സമയത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് പെയിന്റഡ് പോട്ടറീസ് വരുന്നുണ്ട്, പ്ലെയിൻ പോട്ടറീസ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറീസ് ആണ്. ഞാൻ പറഞ്ഞു ഓരോ സമയത്ത് നിയോളിത്തിക് ഏജിൽ, ചാലക്കോളിത്തിക് ഏജിൽ ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് എന്താണ് 16 രീതിയിലാണ് വരുന്നത്. 16, 32, 48, 64 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ സ്കെയിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പല സ്ഥലം ഹാരപ്പയിലും മോഹൻജദാരോയിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു റൈസാസ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അവിടെ എക്സാമിനേഷൻ പോലെ ഓഫ് ഓർത്തിരിക്കുക. ടെറിഷറി ആക്ടിവിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് എന്താണ് ട്രേഡ് ഉണ്ട്. മെസപ്പൊട്ടോമിയ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ ഇറാനുമായിട്ട് എപ്പോഴും ട്രേഡ് നടക്കുന്നുണ്ട്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഏതാണ്, ഏത് റിവറാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? ഹിയർ ദിസ് ഇസ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇറാൻ, ഇറാഖ് ആ ഭാഗത്തേക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിങ്ങൾക്ക് അറിയാം, നൈൽ റിവർ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞു, ചൈനീസ് സിവിലൈസേഷൻ യാങ്സെ റിവർ. ഈ റിവേഴ്സ് ആണുള്ളത്. ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കണ്ടിന്യൂസ്ലി ട്രേഡ് നടത്തുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സീലാണ്. ഓക്കെ, അതാണ്. അതേപോലെ തന്നെ അവിടുത്തെ ബുക്കുകളിൽ മെലൂഹ എന്ന് പറയുന്ന ഒരു ടേമിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പീപ്പിൾസിനാണ് അറിയപ്പെടുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോമൺ തിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഓർത്താൽ മെലൂഹ നിങ്ങൾ ബുക്കൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ മെയിൻ ക്വസ്റ്റ്യൻ, കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇത്ര ഐഡിയ ഉള്ളൂ. ഞാൻ ഇത്തരം പറഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ പ്രിലിംസ് ആസ്പെക്ടിൽ. എന്ത് കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മെയിൻസ് എക്സാമിനേഷൻ ഒരിക്കലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കാം? ഇൻഡസ് വാലി സിവിലൈസേഷൻ കമ്പാരിറ്റീവ്ലി മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. ഫീമെയിൽ ഡേറ്റീസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. മെസപ്പൊട്ടോമിയൻ സമയത്ത് എന്താണ്, കമ്പാരിറ്റീവ്ലി പാട്രിയാർക്കലാണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കാം, മെൻ പവർഫുൾ ദാൻ വിമൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഈഗലിറ്ററിയൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ ഈഗലിറ്ററിയൻ ആണോ? അല്ല, അവർ ചേഞ്ച് ഡിഫറൻസ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ക്ലാസ്സസ് ഒന്നും പെർട്ടിക്കുലർ വേർഷിപ്പ് സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ എന്ത് പറയുന്നത്,
സെക്യുലർ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ റിലീജിയൻ എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നുള്ളൂ. ഒന്ന്, ഒരു പെർട്ടിക്കുലർ പ്ലേസ് വേണം വേർഷിപ്പിന് ആവശ്യത്തിനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി പറയുകയാണെങ്കിൽ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ദർ ഇസ് എ റെക്കോർഡിക്കൽ എവിഡൻസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റിലീജിയൻ. ഈ രണ്ട് കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് സെക്യുലർ സിവിലൈസേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കിങ്സോ റൂളിംഗ് ക്ലാസസ് എന്തെങ്കിലും ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടോ? ഇല്ല. അറ്റ് ദ സെയിം ടൈം മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്താണ്? ഒരു റൂളിംഗ് ക്ലാസസും ഒരു റൂളിംഗ് ക്ലാസസ് ഉണ്ട്. ഓൾറെഡി കിങ് റൂൾ ചെയ്യുന്നുണ്ട് അവിടെ. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിം തിങ് ആസ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതേ ഡിഫറൻസിനാണ്. എന്താണ് മെസോപ്പൊട്ടേമിയൻ സൈഡിൽ അതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്? ഈജിപ്ഷ്യനും വരുന്നത് അതേ ഭാഗം തന്നെ. ഓക്കെ. ആൻഡ് ട്രഡീഷണൽ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്, സീ ട്രാൻസ്പോർട്ട്സ് ഉണ്ട്. ലോത്താൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഡോക്യാർഡ് എവിടെ? ലോത്താല് ഗുജറാത്ത് ഭാഗത്താണ് വരുന്നത്. അതേപോലെ സ്പോക്കഡ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുക. ആൻഡ് അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെഗസി കണ്ടിന്യൂയിങ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇപ്പോഴും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തുകൊണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ മാട്രിയാർക്കൽ സിസ്റ്റം. കേരളത്തില് ചില നായർ തറവാടുകളിലും അതേപോലെ മെഘാലയ റീജിയനിലൊക്കെ ഇപ്പോഴും മാട്രിയാർക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ടൗൺ പ്ലാനിംഗ് സിസ്റ്റം നമുക്കറിയാം. ചില മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇപ്പോഴും സ്റ്റിൽ ദേ ആർ ഫോളോയിങ് ദിസ് പ്രോപ്പർലി ടൗൺ പ്ലാനിംഗ് സിസ്റ്റം. ഓക്കെ, നമുക്കറിയാം ചണ്ഡീഗഡ് ഒക്കെ ആ ടൗൺ പ്ലാനിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻഡസ് വാലി സിവിലൈസേഷൻ ശരിക്കും പറയാം നമുക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടി ബേസ്റ്റ് ആയിട്ടുള്ളത്. അന്ന് ഡ്രൈനേജ് സിസ്റ്റം പ്രോപ്പർ ആണ്. ഇപ്പൊ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് മര്യാദ വർക്ക് ചെയ്യില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കത് കണക്ട് ചെയ്ത് പറയാൻ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ വാസ്തുശാസ്ത്രമൊക്കെ ഫോളോ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ ഹൗസസിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അതേ രീതി നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് വാസ്തുശാസ്ത്രം. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ഉണ്ടെങ്കിലും വാസ്തുശാസ്ത്രം കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഹോബീസും കാര്യങ്ങളും നമുക്കറിയാം. ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ അതേ സെയിം സാധനങ്ങളാണ്. ബാംഗിൾസ്, ഇയർ റിംഗ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് നമ്മൾ സ്റ്റിൽ ഫോളോ ചെയ്യുന്നു. ഓക്കെ. ആൻഡ് റിലീജിയസ് ഫിയറിൽ നമുക്കറിയാം മദർ ഗോഡസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ശക്തി കൾട്ടൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ട്. മദർ ഗോഡസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ ഈ ഗാന്ധാരിയമ്മൻ കോവിലുകളൊക്കെ അല്ലേ, നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് മദർ ഗോഡസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ സ്റ്റാച്യു ഭാഗത്തേക്ക് ഒരു അമ്പലമുണ്ട്, ഗാന്ധാരിയമ്മൻ കോവിലുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കുറച്ചും കൂടി നിങ്ങൾ പോഷായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ ഹോട്ടലില്ലേ, അതിന് തൊട്ട സൈഡിൽ അവിടെ ഗാന്ധാരിയമ്മൻ കോവിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതേപോലെ ബുൾ വേർഷിപ്പ് ഉണ്ട്, നന്ദി വേർഷിപ്പ്, പശുപതി സീൽ നിങ്ങൾ കാണാൻ സാധിക്കും. മിക്കവാറും നിങ്ങൾ ശിവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പശുപതി കാണാൻ സാധിക്കുന്ന ബുൾ വേർഷിപ്പ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രീസിനെയും സ്റ്റോൺസിനൊക്കെ വിശ്വസിക്കുന്ന ടെൻഡൻസി ഇപ്പോഴും ഉണ്ട് ട്രൈബൽസിന്റെ ഇടയ്ക്ക്. എക്കണോമിക് സ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് യെസ് പറയാം. ഓക്കെ. അതേപോലെ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നുണ്ട്. ഷിപ്പ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, ലോഥാൽ. ഓക്കെ, ഗുജറാത്ത്. അതേപോലെ തന്നെ യൂണിറ്റ് സിസ്റ്റം അണ. ഓക്കെ, നമ്മൾ പറയാറില്ല ഇന്ത്യൻ റുപ്പി അണ, സെയിം ടെൻഡൻസി ആണ്, 16ന്റെ ഇരട്ടി. ഓക്കെ, ആ രീതിയിലാണ് പോകുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇവല്യൂഷൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അതായത് പ്രീ സ്റ്റേജ്, ഏർലി സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, ലേറ്റസ്റ്റ്. ഇതൊന്നും UPSC ചോദിക്കാൻ പോകുന്നില്ല. ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്കാണ് ലോത്താല് വരുന്നത്. അത് ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഓവറായിട്ട് അവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈനിങ് ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈനിങ് ഫേസിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് തിയറീസ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ആര്യൻസ് ഇൻവേർഷൻ ആണ് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആര്യൻ ഇൻവേർഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷനും ആര്യൻസും തമ്മിൽ ഏകദേശം 250 years ഡിഫറൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആര്യൻസ് ഇസ് എ വാർ ലവിങ് പീപ്പിൾ. അപ്പൊ സ്വാഭാവികം എന്തായിരിക്കും, ഒരു മാസ് ആയിട്ടുള്ള ബ്യൂറൽ പ്രാക്ടീസസ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ. ഒരു ഹിസ്റ്റോറിയൻ അത് മെയിനായിട്ട് വരാൻ കാരണം കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത് ലൊക്കേഷനിൽ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ എന്റെ പേരിന്റെ അർത്ഥം? ഒരുപാട് ശവങ്ങൾ കിടക്കുന്ന സ്ഥലം. അതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, ഡൺ. പിന്നെ ഫ്ലഡ് തിയറി പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്ലഡ് വരുന്ന സ്ഥലമല്ലേ. അപ്പൊ അവരെന്താണ്, പെട്ടെന്ന് ഫ്ലഡ് വരുമ്പോൾ അവരങ്ങ് ഇല്ലാതാവുന്ന ടെൻഡൻസി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, എർത്ത് ക്വേക്ക് തിയറി വന്നു. എർത്ത് ക്വേക്ക് സോൺ ഏരിയയിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ മെയിൻ സ്ഥലങ്ങൾ കിടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഒരു ലാർജർ ഡിസ്ട്രക്ഷൻ എന്നാൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള തിയറിയിലേക്ക് ആൾക്കാർ എത്തുന്നു. ആൻഡ് ഫൈനലി ദർ അക്സെപ്റ്റിംഗ് ആൻ എക്കോളജിക്കൽ ആൻഡ് ഹൈഡ്രോളജിക്കൽ ചേഞ്ചസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നു എക്കോളജിക്ക്. ഗ്രാജുവലി ചേഞ്ച് വരുന്നതാണ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം, എക്കോളജി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റെയിൻഫാൾ പാറ്റേണിൽ ചേഞ്ച് വരും, ടെമ്പറേച്ചറിൽ ചേഞ്ച് വരും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫുഡ് ഷോർട്ടേജ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വാട്ടർ ഷോർട്ടേജ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഗ്രാജുവലി ആ ഒരു സിവിലൈസേഷൻ ഡിസ്ട്രോയ് ആയി പോയി എന്നുള്ളതാണ് തിയറി പറയുന്നത്. ഇറ്റ്സ് എ UPSC ക്വസ്റ്റ്യൻ, നോട്ട് ഫോർ സിവിൽ സർവീസ് CDS. ഓക്കെ, സോ ദീസ് ആർ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതാണ് ടോട്ടൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? And we can go to PYQs. ഡൗട്ട് ആർക്കെങ്കിലും? അക്ഷയ്, ദീപ്തി, ശ്വേത, വർഷ,
കീർത്തന. പെട്ടെന്ന് കാണുന്ന ആൾക്കാരാണ് വിളിക്കുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത സെഷനിൽ ഒന്ന് ചോദിച്ചേക്കണേ. നിങ്ങൾ പഠിക്കാം, ഒന്നും കൂടി ഇത് കേൾക്കുക, ചോദിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരുമല്ലോ. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17 ക്വസ്റ്റ്യൻ ആണ് 1976 മുതൽ ഇവിടേക്ക് ഇത്തരം കാലഘട്ടം ചോദിച്ചിട്ടുള്ളത്. 17 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട് 1976 മുതൽ 2023 വരെ. നമ്മൾ അതിന് വെറുതെ വിടുന്നത് 17 നമ്മളിപ്പോൾ പറയും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആൻഷ്യന്റ് ടൗൺ വെൽ നോൺ ഫോർ ഇലാബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് ബിൽഡിംഗ് സീരീസ് ഓഫ് ഡാംസ്? ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലാസ്സിൽ തന്നെ പറഞ്ഞില്ലേ, ധോളാവിരിയാണ്. ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സിറ്റി ഈസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ്? നമ്മൾക്ക് നോർമലി എല്ലാവർക്കും അറിയാം, ചാൻഹുദാരോ കോഡ്ബിജി, ഇത് രണ്ടും എന്താണ്? ഹാരപ്പൻ സൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെക്കൻഡ്, നോട്ട് ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് സോറി, എനിക്ക് തോന്നുന്നു ഞാൻ നോട്ട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതിനകത്ത് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ആ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ തരാം. ഓക്കെ, ആ നോട്ടിൽ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അത് നോക്കിയാൽ മതി. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ ഓരോ സൈറ്റുകൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു മാത്രം. ഇത് രണ്ടും അറിയാം എല്ലാവർക്കും. പക്ഷേ ഈ രണ്ട് കൺഫ്യൂഷനാണ്, സോഹാഗുരയും ദസൽപൂരും. അത് എല്ലാവർക്കും ആ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. UPSCക്ക് അറിയാം ഈ കാര്യം ഉണ്ടെന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞു, 996 സൈറ്റ് ഉണ്ട് ഇതിന്റെ സിവിലൈസേഷൻ. ഇത് പഠിച്ചു വരണമെന്ന് UPSC നിങ്ങളോട് പറയില്ല, പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതേ ഇയറിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതും 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതുമാണ്. ക്വസ്റ്റ്യൻ കണ്ടിരുന്നോ? സ്ക്രീൻ മാറുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഹാരപ്പൻ സൈറ്റ് എന്ന് ചോദിച്ചു. അതിനകത്ത് ഇവിടെ നിങ്ങൾ ഓപ്ഷൻ കണ്ടത് രണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 കിടക്കുന്നുണ്ട്. അതേസമയത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കൾപ്ചർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് റൈനോ അശോക? തന്നിരിക്കുന്ന 4 അശോകന്റെ സൈറ്റ് എന്ന് അവർ പറഞ്ഞു തന്നു. ഓക്കെ, ആൻഡ് മെൻഷൻഡ് പോർട്രേറ്റ് ഓഫ് അശോക. തന്നിരിക്കുന്ന അശോകൻ സൈറ്റിൽ അശോകന്റെ പോർട്രേറ്റ് മെൻഷൻ ചെയ്തതാണ് ചോദിക്കുന്നത്. ഓൾറെഡി ഇവർ പറഞ്ഞല്ലോ സോഹാഗുര അശോകൻ സൈറ്റ് ആണെന്നുള്ളത്. അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്, അതേ വർഷം ചോദിച്ച 7ാമത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇതും നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ UPSC പറഞ്ഞതുപോലെ ചുമ്മാ ചോദിക്കുന്നത് തോന്നുന്നതല്ല. സോഹാഗുര ഓൾറെഡി ഇൻ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, അത് P/Q ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38 കാണുന്നുണ്ടോ? 1998. Screen done. Here's the question. Option is Sahagura copper plate. So they are repeating again. ഞാൻ പറഞ്ഞു P/Qs മാത്രം ഫോക്കസ് ചെയ്താൽ മതി, പ്രത്യേക സാധനങ്ങളൊന്നും ചാടിക്കറി ചോദിക്കുന്നതൊന്നുമല്ല. ഓക്കെ, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ, അത് പലരും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ നിങ്ങളെ കാളടിച്ച് പഠിപ്പിക്കുന്നുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റിനെ കാണുമ്പോൾ. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഫാസ്റ്റ് ആക്കാം, ടൈം ചെറുതായിട്ട് കൺസേൺ ആയതുകൊണ്ടാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ പ്രിഡോമിനന്റ് സെക്കുലർ സിവിലൈസേഷൻ, കറക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഓക്കെ ആണല്ലോ? കോട്ടൺ കൾട്ടിവേഷൻ ഉണ്ടല്ലോ, രണ്ടും ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ ഏതാ? സി. ഓക്കെ, ആൻഡ് അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദി കൾച്ചർ ഓഫ് ഋഗ്വേദിക് ആര്യൻസ് ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. 2001 ക്വസ്റ്റ്യൻസ് ആണ്. ഋഗ്വേദിക് ആര്യൻസ് യൂസ്ഡ് കോട്ട് ഓഫ് മെയിൽ ആൻഡ് ഹെൽമെറ്റ് ഇൻ വാർഫെയർ. ദി പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിഡ് നോട്ട് ലീവ് എനി എവിഡൻസ് ഓഫ് യൂസിംഗ് ദം. Rigvedic Aryans know gold, silver and copper, whereas Indus Valley civilization know only copper and iron. Iron ഉണ്ടോ Indus Valley civilization? ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞെന്താ, അയൺ എന്ന് പറഞ്ഞ സാധനം Indus Valley civilization യൂസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഓക്കെ, Rigvedic Aryans had domesticated horses, whereas no evidence of the Indus Valley civilization. Here this statement is correct. So നമ്മൾ എന്ത് പറഞ്ഞു? ആൻസർ ഏതാ വരിക? അപ്പം 1 and 3. 2 that നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഡൗട്ട് ആർക്കെങ്കിലും? ഫൈൻ ആണല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക് ആണ്, അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയത്. അടുത്തത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് 2002 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോഥാൽ, കാലിബംഗൻ, ധോളാവിര, ബണാവലി. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞോ. ധോളാവിര എന്താണ്? ധോളാവിരന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, വാട്ടർ കൺസർവേഷൻ ആണ് ധോളാവിര എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ കാര്യം നോക്കിയാൽ മതി. സി ഏതാണ് വരുന്നത് ഇതിനകത്ത്? വാട്ടർ കൺസർവേഷൻ, ഡോക്യാർഡ്. സോളാവിര വാട്ടർ കൺസർവേഷൻ വരുന്നുണ്ട്. പിന്നെ ലോത്താൽ വരുന്നത് എന്താണ്? ഡോക്യാർഡ് ആണ്. രണ്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അത് പിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലോത്താൽ എടുത്തു. ലോത്താൽ എന്താണ്? A2 എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ആൻസർ ഏതാ വരപ്പോ? ഡോക്യാർഡ്, ലോത്താലാണ്. വെരി ഗുഡ്. പിന്നെ അടുത്തത്
പോരട്ടെ? ഏതെങ്കിലും കാണുന്നുണ്ടോ? ഇത് ഓൾഡ് ക്വസ്റ്റ്യൻ, 2002 വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. നോക്കിയിട്ട് പറഞ്ഞേ. 30 സെക്കൻഡ് സമയം തരാം ഞാൻ. ഏതെങ്കിലും ലോത്താൽ നിങ്ങൾക്ക് കിട്ടി. ആൻഡ് ബാണാവിൽ എന്താ ഇമ്പോർട്ടൻസ് വരുന്നത്? കാലിപ്പെങ്കിൽ ഇമ്പോർട്ടൻസ്. എനി ഡൗട്ട്? ആർക്കെങ്കിലും ക്ലിയർ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? കുഴപ്പമില്ലല്ലോ. ആൻഷ്യന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് റിപ്പീറ്റ് ചെയ്യില്ല, പേടിക്കണ്ട. കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളെ ചോദിക്കുള്ളൂ. കാരണം ഈ തന്നിരിക്കുന്ന ഡോക്യാർഡ് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കാലിപ്പെങ്കിൽ പ്രൊഫൈൽഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എന്ത് രീതിയിലാണ് ചോദിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഓൾഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അത് അന്ന് അങ്ങനെ ചോദിച്ചതാണ്. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പൊ നിങ്ങളോട് ധോളാവരി ചോദിക്കുകയാണെങ്കിൽ വാട്ടർ കൺസർവേഷൻ മാത്രമേ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് രണ്ട് വരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. അതായത് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ആ രീതിയിൽ ചോദിക്കില്ല. കൺസിഡർ ദി ഫോളോയിങ് പേർ എന്ന് പറഞ്ഞ് നോർമൽ രീതിയിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് നോട്ട് റെപ്രസെന്റഡ് ദി സീൽ ഓഫ് ദി ടെറക്കോട്ട ഹാരപ്പൻ? ഏതാണ് ഇതിനകത്ത്? കൗ അല്ലെ? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്തുകൊണ്ടാ? പഴയ ക്വസ്റ്റൻ ആണ്, 1991 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സാധനം ചോദിച്ചത്. പറട്ടെ, വെരി ഗുഡ്. സി, ഹാരപ്പൻ സിവിലൈസേഷൻ നോൺ ആസ് ഫസ്റ്റ് സൈറ്റ് ഓഫ് എക്സ്പ്ലോർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആർക്കിയോളജിക്കൽ ഇനീഷ്യലി ഡിസ്കവർഡ് മോഹൻജാരോ സൈറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? നിങ്ങൾക്ക് അത് അറിയാൻ സാധ്യതയില്ല. ആരാണ്? ദയറം സാനിയാണ്. ഓക്കെ, സോറി, RD ബാനർജിയാണ് വരുന്നത്. സി. ഓക്കെ, അടുത്തത്, അത് നിങ്ങൾ നോക്കണ്ട, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കില്ല. പഴയ ക്വസ്റ്റ്യൻ ആണ്. ഈ സമയത്ത് ഹിസ്റ്ററി ഓപ്ഷണലുകാർക്ക് സെപ്പറേറ്റ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. പേടിക്കണ്ട. ഓക്കെ, ആൻഡ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പൻ ഡിഡ് നോട്ട് നോ ദി യൂസ് ഓഫ് ഏതാണ്? സെയിം, അയൺ വന്നു. മെറ്റൽസ് നോൺ ടു ഇൻഡസ് വാലി സിവിലൈസേഷൻ വേർ? ഏതാണ്? അയൺ ഇല്ലാത്ത സൈറ്റ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? അയൺ വന്നു, വെട്ടിക്കളഞ്ഞു. അയൺ വന്നു, വെട്ടിക്കളഞ്ഞു. അയൺ വന്നു, വെട്ടിക്കളഞ്ഞു. ആദ്യത്തത് എ ആണ്. ഓക്കെ, സിമ്പിൾ. അടുത്തത് അയൺ തന്നെയാണ് എല്ലാ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻ എളുപ്പത്തിലല്ലേ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ? 1987 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ചീഫ് ഡൈറ്റീസ് വേർ, അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് സിവിലൈസേഷൻ? ദേ ഹാഡ് ഓർണമെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആൻസർ അതാണ് സിവിലൈസേഷൻ. സ്പെസിഫിക്കലി ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷെ എന്താ സംഭവം? സ്പെസിഫിക്കലി നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നോക്കിയേ, അവിടെയാണ് മോസ്റ്റ് അക്സെപ്റ്റഡ് വൺ അവിടെ നോക്കേണ്ടത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നതാണ്, ടൈമിന്റെ ചെറിയൊരു ഇതുള്ളതുകൊണ്ട്. എന്തെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതിയേ. 12, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രിൻസിപ്പൽ ആർട്ടിക്കിൾ ഫുഡ്? എന്താണ്? സ്റ്റേപ്പിൾ ഫുഡ് ആണ് ചോദിക്കുന്നത്. ഏതാ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഡിസ്കഷനിൽ? വെരി ഗുഡ്, വീറ്റ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻ ഇൻഡസ് വാലി പീപ്പിൾ? ഏതാണ്? സെയിം, അയൺ. എത്രാമത്തെ തവണ അയൺ ചോദിക്കുന്നത്? അയൺ ചോദിച്ചാൽ അവർക്ക് തന്നെ മടുത്ത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രസന്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ? വിത്ത് പെർഫെക്റ്റ് ആർച്ചസ്, യൂസ് ഓഫ് ബേൺഡ് ബ്രിക്സ്, യൂസ് ഓഫ് സൺ ഡ്രൈഡ് ബ്രിക്സ്, നൺ ഓഫ് ദി അബവ്. ഏതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ബേൺഡ് ബ്രിക്സ് അല്ല അവർ ഉപയോഗിച്ചത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അത് സിമ്പിൾ ആകാൻ അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്ക്രിപ്റ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് പേർഷ്യൻ, ദ്രവീഡിയൻ, സംസ്കൃത്, അണ്ടസിഫേർഡ്. ഏതാ വരുന്നത്? ഡി, അണ്ടസിഫേർഡ്. ലോത്താൽ ഈസ് കണക്റ്റഡ് ആസ് എൻ എക്സ്കവേഷൻ സൈറ്റ് ഓഫ് ദി സിവിലൈസേഷൻ ഓഫ്? താഴെ തന്നിരിക്കുന്നത് എന്തിലാണെന്നാണ് ചോദിക്കുന്നത്. എ ആണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ത്രോ ലൈറ്റ് ഓഫ് ഹാരപ്പൻ കൾച്ചർ? ഏതാണ്? വെരി ഗുഡ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്. ഓക്കെ, ഇത് 1979 മുതൽ 17 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ടോട്ടലി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ മെറ്റീരിയൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. ഒന്നുകൂടി നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം സാർ. എപ്പോഴാണ് ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ, അറിയില്ല, അത് എനിക്ക് വലിയ ധാരണയില്ല. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ.